ഹലോ ഗൈസ്, ധാരാളം നോക്കൂ. ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേർ റയ. ഗൈസ്, നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവുകയാണ് വിത്ത് മൈ ഫാമിലി. അല്ല, അതിന് മുന്നേ ഡിസ്ട്രിക്ട്സ് അതൊക്കെ നമ്മൾ പഴയ എല്ലാ സർപ്രൈസാണ് ഗൈസ്. എവിടെയൊക്കെ പോകണമെന്ന് നമ്മൾ അപ്പോൾ കണ്ടാൽ നിങ്ങൾ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് വിത്ത് ദീസ് പീപ്പിൾ. ഖത്തർ പീപ്പിൾ, ഫോട്ടോ എടുക്കാനായി ദുബായ് പീപ്പിൾ ആൻഡ് കൊച്ചി പീപ്പിൾ. നമ്മൾ ലോട്ട്സ് ഓഫ് പീപ്പിൾസ് അവരൊക്കെയാണ് മോഡൽസ്. ഇവന്റെ എന്തോ ഒരു ഫോൺ, ഏത് ഫോണാണ് നമ്മൾ നമ്മൾ 3 ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഏതാണ് മെയിനായിട്ട് അണ്ണൻ Vivo X200 FE. ഒരു ടെക് യൂട്യൂബറിൻ്റെ ജീവിതമാണ് ഗൈസ്. ഓരോ ഫോണും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോഡലാക്കി വെച്ചിരിക്കുന്നു, സിസ്റ്ററിൻ്റെ പിള്ളേരെ മോഡലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാനും ഇപ്പോൾ അവൻ്റെ ഫോട്ടോഗ്രാഫി ടെസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ റിയൽ ലൈഫ് സിനാരിയോസിലാണ് നമ്മളെപ്പോഴും ഫോണൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാവരും ഫോൺ വാങ്ങിച്ചതിന് ശേഷം നോർമൽ യൂസ് അല്ലേ ചെയ്യുന്നത്, എല്ലാവരും ഫോട്ടോഗ്രാഫർമാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, നമ്മൾ ഫോൺ കിട്ടുമ്പം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. സോ അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് അടിക്കട്ടെ ഗൈസ്. ബൈ. നല്ലൊരു കളർഫുൾ ആന. നമ്മൾ ബ്രണ്ടൻ ബോട്ടിയാർഡിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഏതാ റെസ്റ്റോറൻറ്റിൻ്റെ പേര്? ഹിസ്റ്ററി റെസ്റ്റോറൻറ്റാ, കോഫി ഷോപ്പാണോ? ഇങ്ങോട്ടോ ഗൈസ്, ഇതൊരു ഫാനാണ് ഗൈസ്. ഓ അടിപൊളി, കാറ്റൊന്നും അടിക്കൂല. വേറൊരു വ്ളോഗ് ഫനി കണ്ടിട്ടില്ലല്ലേ? ഫനി ഇതാണോ ബാറ? ഓക്കെ ഗൈസ്, ഇതാണ് പേര്, ആർമറി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. നമ്മൾ പോയി റെസ്റ്റോറൻറ്റ് നോക്കി. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ബ്രണ്ടനിൽ. സോ ലെറ്റ് മീ സീ. നല്ല അടിപൊളി സെറ്റപ്പാണ്, കൊള്ളാം. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ട് കാണിക്കാം ഗൈസ്, ചുമ്മാ ഇടിച്ച് കയറുന്നില്ല. ഓക്കെ, കയറിയിട്ട് നമ്മൾ കഴിക്കാൻ നേരം പറയാം. നല്ല അടിപൊളി വാക്ക് വേ സെറ്റ്, നൈസ്. ഫ്രെയിമിൽ ഒരാൾ. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ടേബിൾ കിട്ടിയിരിക്കുകയാണ്. യുവർ ഫസ്റ്റ് ഔട്ടിംഗ് ഇൻ കേരള. I was complaining. ഔട്ടിംഗ് കഴിക്കാമോ? എടുത്തും പോയില്ലല്ലോ. നല്ല ആദ്യത്തെ സ്ഥലം ഇതാണ്, ഇതിലാണ് എടുക്കാനുള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടെസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഇത് വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കണം. ഞാൻ കുറച്ച് എടുത്തായിരുന്നു അന്ന് കല്യാണത്തിന് കാർത്തിക. ലെറ്റ് സി, നോക്കാം എന്തുണ്ടെന്ന്. എങ്ങനെയുണ്ട് പിന്നെ ഈ റെസ്റ്റോറൻറ്റ്? ആ ബാഗിൽ ഇങ്ങനെ സാധനം കണ്ട എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വെടി വെച്ച് വയ്ക്കും, കൊന്നുകളയുന്നില്ല. കുന്തമൊക്കെ ഇരിക്കുന്നു നോക്കിയാൽ, ലുട്ടാപ്പിയുടെ കുന്തം. ഓക്കെ ഗൈസ്, നമ്മൾ മെനു ഒന്ന് നോക്കിക്കോട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. ഇത് ബെവറേജ് മെനു ആണ്. നമുക്കിതിൽ വലിയ കാര്യമൊന്നുമില്ല. ആ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ടെയിൽസ് വല്ലതും ഉണ്ടാവും നോക്കട്ടെ. മോക്ടെയിൽസ്, ഇതാണ് എൻ്റെ ലോഗോ. ഇതാണ്. ഷുവർ, താങ്ക്സ്. ആർമറി മെനു. ഓക്കെ, ഞാൻ എന്താ ഇത് പറയാൻ പോകും. ഓറഞ്ച് ആപ്പിൾ സ്പൈസസ്. ഓക്കെ, അത് സെറ്റ്. ഓക്കെ, ഇതാണ് ഗൈസ് മെനു. ഓക്കെ, നമ്മൾ മെനു നോക്കിയിട്ട് വരാം ഗൈസ്. എന്താണ് കൊള്ളാന്നുള്ളത് ഞാൻ ഓർഡർ ചെയ്യാം. വെയിറ്റ്. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രിങ്ക്. OJ ഡാനിഷ്, ഓറഞ്ചും ആപ്പിളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. കുടിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. ട്രൈ ചെയ്തിട്ട്. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ബ്രണ്ടൻ ബോട്ടിയാർഡ്, ഫോർട്ട് കൊച്ചി.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നൈസ്, അങ്ങനെ ക്ലിയർ, കൊള്ളാം. പട്ടയുടെ ടേസ്റ്റ് കുറച്ച്, സിന്നമൺ പട്ട പിടിച്ച് പട്ട സിന്നമൺ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. അവളെ കുടിച്ചോട്ടെ ഗൈസ്, സിന്നമൺ സ്റ്റിക്ക് ഇട്ട സാധനം. ഇഷ്ടമല്ല? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബേസിക്കലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് ഇവര് മറ്റേ ഇത് ചെയ്യായിരിക്കും, മറ്റേ ഇങ്ങനെ പുകയ്ക്കുമല്ല. അപ്പൊ ആ സിനിമയുടെ ഫ്ലേവർ നല്ല രീതിയിൽ അതിലോട്ട് ഇറങ്ങും. ഓറഞ്ച്, ആപ്പിൾ, സ്പൈസസ്. ഇതാണ് പട്ട കിടക്കുന്നുണ്ടാവേ. ഇയലേപ്പ കുടിച്ചോ? സ്റ്റാർട്ടേഴ്സ് ആണോ ഗൈസ്? ഇപ്പടിയാട്ടെ ഇതെന്തോ സ്റ്റാർട്ടറാണ് ഗൈസ്. ഇതൊന്ന് ഓൺ ദ ഹൗസ് ആണെന്ന് തോന്നുന്നു. നാച്ചോസ് ആണോ ബ്രെഡ് ആണോ എന്ന് അറിഞ്ഞൂടാ. You have to take it like this. Palai. Nice. That's bread. Nice ആണ് guys. ഇത് നല്ലൊരു സ്പൈസി ആൻഡ് ടാങ്കി കോംബോ. ഈ ഒരു സാധനമായിട്ട് നല്ല കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ സാധനം. പച്ചമുളകൊക്കെ ഉണ്ട് കേട്ടോ, പച്ചമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, നല്ല കളർ ഉണ്ടോ. പച്ചമുളകും മല്ലിയിലയും ഒക്കെ ഉണ്ട് കേസ്. നല്ല അടിപൊളി ടേസ്റ്റ്. പക്ഷേ ഗുഡ്. കേട്ടാ ഇതിനകത്ത് ആപ്പിളും ഉണ്ട്. ഗൈസ് കൊള്ളാം. എനിക്കും പട്ടയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല, പക്ഷേ ഇത് സ്പൈസസ് ഭയങ്കരമായിട്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ഈ ഡ്രിങ്കിൽ. സോ ഇറ്റ്സ് നൈസ്. ഡുഡു വെയിറ്റിംഗ് ടു പൗണ്ട്സ് ഓൺ ഇറ്റ്. അത് മറ്റേ ചാടി വീണ് തിന്നാൻ വേണ്ടിയിരിക്കും. ഫുഡി ഫാമിലിയാണ് കേസ്. ടേസ്റ്റിൻ്റെ ഞാനിത് ഫിഷ് ഫിംഗർ കഴിച്ചോ, ടാർട്ടാർ സോസ്. അയ്യോ, ടാർട്ടാർ സോസറ. അത് കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. എന്നുണ്ട് നൈസാണോ? അതുപോലെ തന്നെ കൈ കൊണ്ട് എടുത്തോ. ഓക്കെ, കൊള്ളാം കേട്ടോ. ഇതാണ് ചിക്കൻ ടെൻഡർ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്തോ. താങ്ക്സ്. ഇതും കൊള്ളാം, ഫിഷ് ഫിംഗർ കൊള്ളാം. ഫിഷ് ഫിംഗർ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ നല്ല ഫുഡാണ്. ചിക്കൻ ടെൻഡറാണോ നോക്കിയതാണ്.
ഈ ടെൻഡറിൻ്റെ കൂടെ കിട്ടുന്ന മസ്റ്റാർഡ് സോസ് അടിപൊളി. ഇല്ല, മസ്റ്റാർഡാ. ദിസ് ഇസ് മസ്റ്റാർഡ്. സ്റ്റാർട്ടർ പൊളിച്ചു. സ്റ്റാർട്ടർ ഇസ് ഗുഡ്. സാധനം സൂപ്പറാട്ടോ, നല്ല ഫ്രഷ് ഫിഷാണ്. റിയലി ഗുഡ്. ഫസ്റ്റ് ഇംപ്രഷൻസ് നൈസ്. ഗൈസ്, വീണ്ടും റെക്കോർഡ് നിൽക്കാതെ ഞാൻ റെക്കോർഡ് വെക്കാതിരിക്കുകയായിരുന്നു. എന്തൊരു അബദ്ധം. ഇവരൊക്കെ അത് തന്നെ ചെയ്യാൻ പറഞ്ഞോണ്ടെങ്കിൽ ഇവരൊക്കെ എല്ലാം ഇത് പറ്റുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഗൈസ്. പൂർവാധികം ശക്തിയോടെ ഞാൻ വീണ്ടും വരും റെക്കോർഡ് നിൽക്കിയിട്ട്. ഗൈസ്, എൻ്റെ പാസ്ത വന്നിട്ടുണ്ട്. തന്നെ അബദ്ധം പറ്റി കളിക്കണേ ഗൈസ്. ബർഗർ 2 എണ്ണം പറഞ്ഞത്. 2 എണ്ണം കൂടെ ആനയുടെ അത്രയ്ക്കുള്ള ബർഗർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പൊന്നോ, ഹെവി സാധനം. ഞാൻ എന്തായാലും ഇത് കഴിച്ചോട്ടെ. എൻ്റെ പാസ്ത ലിങ്ക്വീനി പാസ്ത. യെസ്, ലെറ്റ് മീ ട്രൈ ദ പാസ്ത. ഇതാണ് പാസ്ത. പ്രോൺസ്. ഓക്കെ, ഞാൻ ഒരു ആംഗിളിൽ വെച്ചിട്ട് ഞാൻ നോക്കണം ടേസ്റ്റ് ചെയ്യാം. അത് നല്ല ജ്യൂസി ബർഗർ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് പോയി ട്രൈ ചെയ്യാം. ഇതിങ്ങനെ ഒരു ആംഗിളിൽ വെച്ചിട്ട് പാസ്ത എടുക്കുന്നു. പാസ്ത നിറച്ചും ടൊമാറ്റോ സോസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, റിച്ച് ആയിട്ടുള്ള ടൊമാറ്റോ ഗ്രേവിയാണ്. കൊള്ളാം, അടിപൊളി. പ്രോൺസ് അടിപൊളി. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് ആണ് കേട്ടോ. പിന്നെ ഒരു ടൊമാറ്റോ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ്. നൈസ്, വെരി നൈസ് പാസ്ത. കൊള്ളാം, വെരി നൈസ്. ഇതിന് എവളുള്ളത് ഞാനിതും കൂടെ ട്രൈ ചെയ്തോടെ. ക്യാൻ ഐ ട്രൈ ഇറ്റ്? ഓക്കെ, ഇതവളുടെ പാസ്തയുടെ സാധനമാണ്. കുഴപ്പമില്ല, നൈസ്. എന്നെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. കുറച്ച് സ്വീറ്റാണ് സോസ്. പക്ഷെ പ്രോൺസ് നല്ല ഫ്രഷ് ആട്ടാ. പ്രോൺസ് നല്ല അടിപൊളി ഫ്രഷ്. എനിക്ക് തോന്നുന്നു തൊട്ടപ്പുറത്ത് ഹോട്ടലിൻ്റെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടായിരിക്കും ഒരു ഫിഷ് ചെയ്യണം കേട്ടാ. നല്ല ഫ്രഷ് ക്യാച്ചാണ്. ഐ ലൈക്ക് ഇറ്റ്. സൂപ്പർ എന്നാണ് കേട്ടാ. പ്രോൺസൊക്കെ നല്ല അടിപൊളി ഫ്രഷ്. എനിക്ക് ബ്രെഡ് കഴിച്ചോട്ടെ. അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. നല്ല മൊരിഞ്ഞും ഒരു ക്രം ഫ്രൈഡ് ചിക്കൻ ഇല്ലേ, അതാണ് സംഭവം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും അനങ്ങാൻ വയ്യാതിരിക്കുകയാണ്. അവള് മാത്രമാണ് ലാസ്റ്റ്. ഈ ഫ്രൈസ് അടിപൊളിയാണ് കേട്ടോ. ഫുൾ പ്ലാന്റൈൻ ഫ്രൈസാണ്. പ്ലാന്റൈൻ ആണോ സ്വീറ്റ് പൊട്ടാറ്റോ ആണോ എന്ന് എനിക്കറിയില്ല. ഫ്രൈസ് അടിപൊളിയാണോ. ഓക്കെ ഗൈസ്, അപ്പം കൊള്ളായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഈ ഫോണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകും. ഓക്കെ, അപ്പം കാണാം, ബൈ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കടൽ കാണാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ഇവർക്കൊരു
ഇത് ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നൈസ് കേട്ടാ, അടിപൊളി സെറ്റപ്പ്. കൊച്ചിയുടെ ബ്യൂട്ടി ഈസ് ഹിയർ. വാവ്, ഇത് കാണുമ്പോൾ എനിക്കൊന്ന് ട്രാവലൊക്കെ ചെയ്ത് വ്ളോഗ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഗൈസ്. ഇവർ പോയിട്ട് എന്തായാലും എനിക്കൊന്ന് ഈ മാസം ഫുള്ളുണ്ടാവും, സിസ്റ്ററും ബ്രദറും ഒക്കെ. അപ്പോൾ ഇവർ പോയതിന് ശേഷം നമ്മൾ കുറച്ച് ട്രാവൽ സംഭവങ്ങളിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയുണ്ട്. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ പറയൂ ഗൈസ് കമൻറ്റ് ബോക്സിൽ. പ്രോപ്പർട്ടി അടിപൊളി കേട്ടാ, അടിപൊളി സംഭവം, സൂപ്പർ സ്ഥലം. ദ ബ്രണ്ടൻ ബോട്ടിയാർഡ് ഹോട്ടൽ. എന്നാൽ ഹോളിവുഡിലേക്ക് ചില കസീനോയിലൊക്കെ ആൾക്കാർ പോയിട്ട് താമസിക്കുന്ന ഹോട്ടൽ പോലെയുണ്ട് ഈ സാധനം. പക്ഷേ വിത്ത് പച്ചപ്പ് കൊള്ളാം കഴിച്ചു. നല്ല വൈബ് സ്ഥലം. ഇവിടെ കുറച്ച് ഫോട്ടോസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഫോട്ടോസ് ടെസ്റ്റ് എപ്പോഴും എൻ്റെ വായിൽ തരും. ഈ ഫോൺ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിവിടെ നിന്ന് പോകും ഗൈസ്. അപ്പം ഫോർട്ട് കൊച്ചിയിലും കൂടെ പറ്റുമെങ്കിൽ ജസ്റ്റ് അപ്പുറത്ത് നമ്മളെ സ്ട്രീറ്റ് സൈഡിലും കൂടെ ഒന്ന് പോയി കുറച്ച് ഫോട്ടോസ് അവിടെ എടുക്കാം. എന്നിട്ട് ഇവിടെ പറയാം. ഇവിടെ ഒരു കിടിലം പൂളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. പ്രൈവറ്റ് ഏരിയ ആണോ എന്തോ, ആൾക്കാർക്ക് നല്ല സൂപ്പർ പൂൾ. കൊള്ളാം. ഇത് കുറച്ചുകൂടെ വൈഡാക്കാൻ പറ്റിയെന്നേ കൊള്ളാം. ഐഫോൺ പോലെ അല്ല ഇത് ലിമിറ്റേഷൻ. 2 ഡോൾഫിൻ ചാടാൻ നിൽക്കുകയാണ്. ഇപ്പം ചാടും. ഓക്കേ, അപ്പം നൈസ്. മഴ നനയുന്ന ദുജു. ദുജു അവിടെ പോയി മഴ നനയും. അതാണ് മഴ കാണാത്ത ഖത്തറുകാരൻ. എങ്ങനെയുണ്ടടി മഴ? നമ്മളങ്ങനെ കാറി കയറുന്നത് നനഞ്ഞിട്ട്. ഓക്കെ, നല്ല മഴ. നമ്മൾ ഇവിടെ നിന്ന് ഓടട്ടെ. അവിടെ ഒരുത്തൻ വ്ളോഗ് ചെയ്യാൻ നോക്കിയേ മഴയത്ത്. ഭയങ്കര മഴയത്ത് വ്ളോഗ് ചെയ്യുന്ന ഭ്രാന്തന്മാരായ നമ്മൾ. ഇവരെന്നെ ആലോചിക്കുകയായിരിക്കും ഫുഡും കഴിച്ചിട്ട് ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്നുള്ളത്. നൈസ്. കുറച്ചൊന്ന് മഴ തീർന്നിട്ട് ബാക്കി എടുക്കാം ഗൈസ്. ഓക്കെ, മഴയൊക്കെ പെയ്ത് ഒരു മഴയ്ക്കായി നമ്മളെ കൊണ്ടുവന്ന് നനച്ചപ്പോഴേക്കാവും പറഞ്ഞ് വേണ്ടാന്ന്. നല്ല വൈബ് സ്ഥലം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇതാണ് മറ്റേ ബോട്ട് ചെടി. Your hair was straight, but now it is curly ആയതോടെ. This is called the vibe. ഇതേപോലത്തെ വൈബ് ലോകത്ത് എടുത്തു പോയാലും കിട്ടൂല ഗൈസ്. നമ്മുടെ ഒരു നാടും നമ്മുടെ ഒരു ഭാഷയും അല്ല അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്. സോ നൈസ്. മഴയും കടലും കായലും ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വരണം ഗൈസ്, കേരളത്തിൽ. ഇറ്റ്സ് എ സോൾ ഓഫ് കേരള. രസമുണ്ട്. ഇതെന്താ വള്ളി പോലെ കെട്ടി വെച്ചേക്കണത്? വാട്ട് ഈസ് ദിസ് വള്ളി? ആർക്കെങ്കിലും അറിയാവോ? വാട്ട് ഈസ് ദിസ്? പ്രൈവറ്റ് ഏരിയ ഫോർ റെസിഡൻറ്റ് ഗസ്റ്റ്. ഓ, വെറുതെ അല്ല കേട്ടാ, ഇത് റെസിഡൻ്റ് ആയിട്ടുള്ളവർക്ക് മാത്രം വരാനുള്ള ഏരിയ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു പ്രൈവസി സെറ്റപ്പ് സംഭവമാണിത്. കൊള്ളാം, നൈസ്. അപ്പോൾ എവരിബഡി, നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അവന് ഫോട്ടോസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട്. നല്ല മഴയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ബാക്കി വീണ്ടും വരും, ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ. സോ അത് അപ്ഡേറ്റ് ചെയ്യാം. And we are at Brandon Boatyard, കൊച്ചി. രക്ഷയില്ലാത്ത വൈബ് ഗൈസ്. This is കൊച്ചി കായൽ ഗൈസ്. ഓ പൊളി. How is Kerala, Juju? Did you miss Kerala? അങ്ങനെ ഗൈസ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോയല്ലേ. ഇനി നല്ലപോലെ നനഞ്ഞല്ലോ. പോൾസിലാ ഇവളാണ് എന്നെ ഐസ്ക്രീമും ഡെസേർട്ടും തീറ്റിപ്പിക്കുന്നത് കേട്ടോ. അവൾ വരണ വരെ ഞാൻ ഇങ്ങനെ നല്ല ബ്യൂട്ടിയായിട്ടിരിക്കും.
പക്ഷേ പോൾസിൻ്റെ ഫാനാണ് അവൾ, പോൾസ് ക്രീമറി. അപ്പോൾ നോക്കട്ടെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ നിന്ന് വിടാം. മഴ നല്ല വീണ്ടും ഉറയ്ക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ വന്ന് ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ വന്ന് ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. ഇത് പ്രൈവറ്റ് ഏരിയ ആണിത്, റെസിഡൻസിന് വേണ്ടിയുള്ള ഏരിയ ആണിത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് വിടട്ടെ. അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ടാറ്റ, ബൈ. എന്തൊരു പ്രകൃതി ഭംഗി ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ, നല്ല പ്രോപ്പർട്ടി. ഇതാണ് വ്ളോഗർ ഫാമിലി. അങ്ങനെ ഗൈസ്, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്, നല്ല അടിപൊളി സ്ഥലം. സോ ഉടനെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകുന്നു ഗൈസ്. അതായത് നമ്മൾ കാശിയിലോട്ടൊന്ന് ഓടിപ്പോട്ടെ, ഇല്ലെങ്കിൽ ശരിയാവില്ല, നനഞ്ഞ് കുളിക്കും. കാറ് പണ്ടാകും നമ്മൾ ദൂരെ ഇടുകയും ചെയ്തു. കാശിയിൽ പോയി അവർക്ക് ചോക്ലേറ്റ് കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കുറച്ച് എന്താ പറയുമല്ലോ, എനിക്ക് ടേസ്റ്റ് വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ ട്രെൻഡിങ് ഐറ്റം ആയതുകൊണ്ട് പോയി കഴിക്കാൻ പോകുന്നുള്ളൂ. ടാറ്റാ. ഇനി നനഞ്ഞ് കുളിച്ച് നീ പിഴിഞ്ഞിട്ടാ മതി നിന്നെ. ഖത്തറിൽ നിന്ന് മഴ നനയാൻ വേണ്ടി വന്നേക്കുന്ന ടീമുകളെ കണ്ടത്. ലെറ്റ്സ് ഗോ കാശി ഗൈസ്. ഇതാണ് കാശിയുടെ സ്ട്രീറ്റ്. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഇതാണ് കാശി ആർട്ട് ഗാലറി. ഇതാണ് കാശി. നൈസ് നൈസ്. നമുക്ക് കയറി നോക്കാം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഉണ്ടെന്ന് തോന്നുന്നു. ചോക്ലേറ്റ് കേക്ക് ഇല്ലേ, കാപ്രിസ് കേക്ക്. ഇതാണ് ഈ സാധനം. ഐ തിങ്ക് ദിസ് ഈസ് ദ കേക്ക്. നോക്കാം ഉണ്ടോ. ഇതെന്താ കോക്കനട്ട് ലൈം പിസ്താഷ്യോ, ഇതെന്നും തോന്നുന്നില്ല കാപ്രിസ്. ഇതാണോ ആ ചോക്ലേറ്റ് കേക്ക് നിങ്ങളുടെ? അല്ലേ, അവിടെ ഉണ്ട്. ഓക്കെ നൈസ്. ഇന്റീരിയർ കാശിയിലെത്തിയിരിക്കുകയാണ്. ഇവരുടെ ചോക്ലേറ്റ് കേക്ക് ഭ്രാന്ത് കാരണം നമ്മൾ വളരെ മിഡായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ വന്നേക്കും. തേങ്ങയാണ്. ഇതിൻ്റെ അപ്പുറത്തെ ചോക്ലേറ്റ് കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദ ട്രെൻഡ് സേക്ക്. എന്താ നനഞ്ഞു കുളിച്ച ഫാമിലി. ഞാൻ പിന്നെ തൊപ്പി വെച്ചേക്കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേസ്. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യട്ടെ. എന്തോടത് യക്ഷിയ? ഓക്കെ ഗൈസ്, നമ്മൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയുള്ള വെയിറ്റിലാണ്. ഇവരൊക്കെ പറയുന്നത് ഭയങ്കര ഹൈപ്പ് സാധനമാണ്. എനിക്കത് കഴിച്ചുകൊണ്ടാണ് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ബ്രൗണിയിലാണ് പ്രതീക്ഷ വിത്ത് ഐസ്ക്രീം. നോക്കാം എവളാണ് ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ഖത്തറിൽ നിന്ന് ഇങ്ങ് വന്നിരിക്കുകയാണ്. അവൻ്റെ വ്ളോഗ് ഇതായിരിക്കണം. വ്ളോഗ് സെറ്റപ്പ് ഗൈസ് ഷസാമിൻ്റെ. ഇതെന്തോടെ ഇത്? സ്റ്റുഡിയോ ട്രൈപ്പോടാ. ഇത് ഞാൻ അടിച്ചു മാറ്റിയാലോ കൊള്ളാം. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ബ്ലാക്ക് ടീ വന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പാൽ ചായ കുടിക്കാറില്ല. ഫ്രെയിം സെറ്റാകട്ടെ. ഇങ്ങനെയാണ് ജപ്പാൻകാർ കഴിക്കുന്നത്. ഇങ്ങനെ ഇന്നലെയും കൂടെ ഒരു ജപ്പാൻകാരൻ ചായ കണ്ടതേ ഉള്ളൂ. നമുക്ക് പറയാം ജപ്പാനിലൊക്കെ ഇങ്ങനെയാണ് കഴിച്ചത്. എനിക്ക് നാട്ടിലെ കാര്യം അറിഞ്ഞൂടാ. ഞാൻ ജപ്പാൻ വീഡിയോസ് കാണാറുണ്ട്.
ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഡീമോട്ടിവേഷനിലൊന്നും നമ്മൾ വീഴും. കണ്ട അതാ ഭ്രാന്തി വന്നിട്ടുണ്ട് ഖത്തറിന്ന്. മഴയും നനഞ്ഞ് തലയ്ക്ക് വട്ടായി ചിരിച്ചോണ്ടിരിക്കണൊക്കെയാണ്. അടുത്തായി കേട്ടാ, ഇതാണ് എന്റെ ഫാമിലി. അയ്യോ പിന്നെ അണ്ണൻ പിന്നെ വേറെ ഫാമിലിയില് ഞാൻ ഇത്രയൊന്നും എല്ലാവരും എനിക്ക് ഇങ്ങനത്തെ സൈക്കോ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. കണ്ടോ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വളരെ നല്ല കുട്ടികളായി ജീവിക്കാനുള്ളവര് പൊറോട്ടയും ഇടയ്ക്കിടയ്ക്ക് കൊളിപ്പിച്ചുകൊണ്ട് പൊറോട്ടയും ഇതൊക്കെയാണ്. പൊറോട്ട, പപ്സ്, ബീഫ് ബർഗർ, മോണിക്കേര, കട്ട്ലറ്റ്. അവിടെ ബോക്സില്ല, അതാ കേക്ക് വന്നു. ഇതാണ് സാധനം ഗൈസ്. ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം ഓടി വന്നത് ഖത്തറിൽ നിന്ന്. ഇതാണ് ഗൈസ് ചോക്ലേറ്റ് കേക്ക്. പണ്ടേ കണ്ട സ്ട്രോബെറി അല്ല, പോമഗ്രാനൈറ്റ്. നിനക്ക് വേണ്ടല്ലേ? സനിയാണ് മിഡ് പറഞ്ഞത്. ആദ്യം ഞാനാണ് കഴിക്കാൻ പോണത്. ആദ്യം ഞാൻ കഴിക്കാം. സനി ഹൈ ഫ്രീക്വൻസി. ഇത് വൈഡിൽ എടുക്കാനുള്ളൂ, ഇങ്ങനെ ക്ലോസ് അപ്പ് ചെയ്യാം. ഓക്കെ, കളർ മാറണുണ്ട്, കൂളാവുന്നുണ്ട്. ഇവർക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. നമ്മളതുണ്ട് ബിനി കഴിക്കൂ, എല്ലാവരും കഴിക്കൂ. നിങ്ങളൊക്കെ എക്സ്പ്രസ് എടുക്കണം. ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. ആദ്യം ഡുഡുവിന്റെ റിയാക്ഷൻ. ജിഗഡാങ്കി ജിഗഡാങ്കി ജിങ്ജാങ്കി. അത് എവളുടെ റിയാക്ഷൻ. ഓ ബിനി. ഇനി സനി അൾട്ടിമേറ്റ്. സമയം എടുക്കൂ, നാളെ ആവോ? അമ്മ വായ കൊട്ടി പിടിച്ചു. നീ കഴിക്കണ്ടേ? അടുത്ത് എവന്റെ റിയാക്ഷൻ. ഇവിടെ എന്റെ സാധനം വന്നു. ജുജുവിന്റെ എന്റെ. ഇതാണ് സനി ഓർഡർ ചെയ്ത മഹത്തായ ഐറ്റം. ദിസ് ഈസ് ഹോട്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം. ജുജു അത് എവര് കഴിച്ചോട്ടെ, നമുക്കിത് കഴിക്കാടി. ട്രസ്റ്റ് മീ, നിങ്ങൾ കാശിയിൽ വരികയാണെങ്കിൽ. എന്താ കുത്തപ്പിനാർ തറയിൽ പോയാ ഇതിനെന്തോടെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ വെച്ചോണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു ഗൈസ്. എവള് മൊത്തം തിന്നെടുത്തത് ഖത്തറിൽ നിന്ന് വന്നിട്ട്. അല്ല, ഈ ജുജുവും പിന്നെ എവനും. മിഡ് പറഞ്ഞ ആള് ഇവിടെ ഞാൻ ഇത് മാത്രമാണ് ഗൈസ്, ഞാൻ ഇത് മാത്രമാണ് കുടിച്ചോണ്ടിരിക്കുന്നത് ചായ. നമുക്ക് പറ്റൂല കേക്കൊന്നും. എന്റെ വീഡിയോയിലുണ്ട് കേട്ടാ, മടമടാ തിന്നണത്. കണ്ടിന്യൂസ് പോയതാണ്. എന്താ മത്തങ്ങയൊക്കെ വെച്ചേക്കുന്നത് ഗൈസ്. ഇതിനാണെന്നോ മത്തങ്ങ, കരിക്ക്, നാരങ്ങ, കേക്കുകൾ, ഷാസ്. ബില്ലടിക്കാനൊക്കെയാണ് ഗൈസ്. ഗോലി സോഡ, ഭരണി. ഇതാണ് ഇവരുടെ ഐക്കോണിക് സംഭവം. എന്നൊന്നിൻ്റെ പേര് മറ്റേ പ്രതിമ. കഥകളി ചെട്ടിയിട്ട കഥകളിക്കാരൻ. കൊള്ളാം ഗൈസ്. കയ്യിൽ ലോലിപ്പോപ്പ്. നൈസ് ഐഡിയ. പോപ്പ് കൾച്ചർ. ഓർഡിനറി ക്ലീനേഴ്സ് റീച്ച് ഓൺലി ദിസ് ഫാർ. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. ഇത് ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയാവൂ ഇതെന്താണെന്ന്. ആ, ഇവരെന്തോ വലിയ ആർട്ട് വർക്ക് എന്ന് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ ഗൈസിൻ്റെ ബ്ലോഗ് കൊളാക്കാൻ വന്നേക്കുന്നതാണ്. അങ്ങനെ ഗൈസ്, ക്യാമറ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ള എല്ലാ ഫോട്ടോസും ഫുഡും ഒക്കെ അടിച്ചിട്ട് നമ്മൾ കാറിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ്. എല്ലാവരും തളർന്നു. അപ്പോൾ കാണാൻ ഗൈസ്, ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് ഇനി എന്തായാലും ഒന്നും ഇനി തിന്നാൻ വയ്യ, തളർന്നു. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വ്ളോഗ്. നമ്മൾ കുറച്ചുകൂടെ സെറ്റപ്പ് ആവും വ്ളോഗിൻ്റെ കാര്യത്തിൽ. ഇവരുള്ളതുകൊണ്ട് ഫാമിലി വ്ളോഗ് മാത്രമേ നടക്കത്തുള്ളൂ കുറച്ച് നാളത്തേക്ക്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻഡിവിജ്വൽ പ്ലാൻഡ് ആയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യാം ഗൈസ്. ഫോർട്ട് കൊച്ചി.
Hello. We are in District 7 on core. ഓക്കെ ഗൈസ്, നമ്മൾ ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ് ഡിന്നറിന്. ലെറ്റ് സീ സീറ്റ് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓ, കുറച്ച് ചോപ്പ് കൂടിപ്പോയെന്നേ ഉള്ളൂ. ഓ, തിളങ്ങുന്നു കേട്ടാ, രക്ഷയില്ല. ചെറുതുണ്ട്. നൈസ്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിക്ട് 7ൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. സ്ഥിരം വീടാ. എവൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നീസസ് രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഫോൺ അഡിക്സ്. അവൾ പിന്നെ കുഴപ്പമില്ല, ഫോൺ എടുത്തിട്ട്. അങ്ങനെ ഗൈസ്, കൊറിയൻ ഫ്രൈഡ് ചിക്കൻ വന്നിരിക്കുന്നത്, നമ്മളെ ഫേവറേറ്റ് സാധനം. ഷാസ് അത് ഓൾറെഡി എടുത്ത് കഴിഞ്ഞു. ഇത് മറ്റേ എസ്പ്രസോ കുപ്പിൽ നിന്ന് തന്നെ ബീഫിൻ്റെ സാധനം ലെറ്റൂസ് വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അത് എവളുടെ ഫേവറേറ്റ് സാധനമാണ്. ആണ് വന്ന് കഴിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ഗൈസ്, എന്നിട്ട് വരാം. അടിപൊളി ഫുഡാണ്. നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടു കാണുമല്ലോ ഇതിൽ. എന്തായാലും കഴിച്ചിട്ട് വരാം. ഗുഡ് ടേസ്റ്റ് ഗൈസ്. ക്രഞ്ചി ആൻഡ് ജ്യൂസി. കട്ട ടേസ്റ്റ്. അടിപൊളി സാധനം. എങ്ങനെയല്ലേ? പിന്നെ എമ്മിയാണെന്ന് അറിയാം. എങ്ങനെയുണ്ടടി? ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് നോക്കാം. എൻ്റെ ഫേസ് കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് പോരാ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ഗൈസ്, യമനി ചിക്കൻ. യമനി ചിക്കൻ ഇസ് മൈ ഫേവറേറ്റ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി. മഴ പെയ്യുന്ന ഇവിടെ തുടങ്ങിയല്ലേ? അത് തുടങ്ങിയ എന്ത് ഒരു ഫോൺ കൂടെ ഉണ്ട്. നോക്കിട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഓടി കാറി കയറുകയാണ്. കയറ്. നമുക്ക് അകത്തിരുന്ന് റിവ്യൂ പറയാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് വന്നിരിക്കുകയാണ് കാറിൻ്റെ അകത്തോട്ട്. ആർക്കും അനങ്ങാൻ വയ്യ. ഓക്കെ, ശ്വാസം ഇത് ഫോൺ മറന്ന് വെച്ചെന്ന് തോന്നുന്നു. അപ്പം അതും കൂടെ എടുത്തിട്ട് വരട്ടെ ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് അയ്യോ ഇരുട്ടായി. അതൊന്നും വേണ്ടല്ലോ തിന്നെ. എല്ലാവരും ഫുള്ളായല്ലോ. അയ്യോ, കോപ്പി റൈറ്റ് അടിച്ചേനെ അപ്പം. പിന്നല്ലാതെ ഒന്നും ഇടാൻ പറ്റില്ല. ഇടാൻ പറ്റും, പക്ഷെ ചില സമയത്ത് അമ്മ ഇടാനും സമ്മതിക്കൂല, മറ്റേ പൈസയും തരൂല, ഒന്നും തരൂല. അല്ലേ യൂട്യൂബ് കോപ്പി റൈറ്റ് പാട്ടിട്ട് കഴിഞ്ഞാ കോപ്പി റൈറ്റ് അടിക്കൂലേ? പൈസയും തരൂലല്ലോ അമ്മമാര്. പൈസ അവര് കൊണ്ടുപോകും. കോപ്പി റൈറ്റ് അടിച്ചവന്മാര് കൊണ്ടുപോകും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയും. യെസ്, അതുകൊണ്ട് ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡൊക്കെ അടിച്ച് അനങ്ങാൻ വയ്യ. സോ 2-3 സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. 4-ാം തീയതി വരെ ഉണ്ട്. 4-ാം തീയതി ഫോൺ. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നാളത്തെ വ്ളോഗിൽ കാണാം. ബൈ.